കൊട്ടിഘോഷിച്ച് നിർമ്മാണവും ഉദ്ഘാടനവും നിർവഹിച്ച തൃശൂരിലെ ആകാശപാതയിൽ ഇപ്പോൾ ആളനക്കമില്ല. ആൾക്കാർ കയറാതെ ആകാശപാത ഇപ്പോൾ നോക്കുകുത്തിയാണ്. തുടക്കകാലത്ത് ന്യൂജനുകൾ സെൽഫി എടുക്കാനും മറ്റുമായി ധാരാളം എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ആവശ്യക്കാർ പോലും ഉപയോഗിക്കുന്നില്ല. ശക്തൻ നഗറിലെ കാൽനടയാത്ര അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. 8 കോടി രൂപ ചെലവിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മിച്ചത്. പൂരത്തിനെന്ന പോലെ ദീപാലങ്കാരം, 4 ഭാഗങ്ങളിൽ നിന്നും കയറാവുന്ന വിധം ചവിട്ടുപടികൾ, ശാരീരികാവസ്ഥയുള്ളവർക്ക് ലിഫ്റ്റ്, അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ആകാശപാതയ്ക്ക് 2ാം ഘട്ടത്തിൽ 2 ലിഫ്റ്റ്, സോളാർ സംവിധാനം, ഫുൾ ഗ്ലാസ് ക്ലാഡിംഗ് കവർ, AC എന്നിവയും നിർമ്മിച്ചിരുന്നു. റോഡിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലാണ് ആകാശപാത നിർമ്മിച്ചത്. അതിനാൽ വാഹനങ്ങൾക്കും തടസ്സമില്ലാതെ കടന്നുപോകാം. 3 മീറ്റർ വീതിയിലാണ് നടപ്പാലം. 280 മീറ്ററാണ് ചുറ്റളവ്. നടപ്പാലത്തിന് ചുറ്റും മുകളിലും സ്റ്റീൽ കവചമുണ്ട്. തൃശൂർ നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ശക്തൻ നഗർ. ഇവിടെ സംഗമിക്കുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ആകാശപാത. ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരം, മത്സ്യമാംസ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ നഗർ മൈതാനം എന്നീ 4 ഭാഗങ്ങളിൽ നിന്നും ആകാശപാതയിലേക്ക് ചവിട്ടുപടികളോടെ പ്രവേശിക്കാം. മുൻ മന്ത്രി K. രാധാകൃഷ്ണനായിരുന്നു ആകാശപാത തുറന്നു നൽകിയിരുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളുമായി ആകാശപാത ഉദ്ഘാടനത്തിൽ നിന്ന് കോൺഗ്രസും BJPയും വിട്ടുനിന്നതും വാർത്തയായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അനാഥമാണ് ചരിത്രം കുറിച്ച ആകാശപാത. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ്. PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ് സാർക്കേസ് ഈസ് ദ പാത്ത്. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ്.